Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are going to discuss the scope of social security. So last session we already discussed the concept of social security and the features of social security, and so we know that what is social security. So the concept of social security is essentially related to the high ideals on human dignity and social justice, and it is an instrument of social and economic justice. So with this portion we already discussed in the last section in detail. So in continuation with that, we can discuss the scope of social security. So the scope of social security is very wide, though the social security program differ from country to country. So generally social security schemes are of the following types, that is, the first is social insurance and the second is social assistance. So we can say that it is the social security program may differ from one country to country. അപ്പോൾ നമ്മളൊരു സോഷ്യൽ സെക്യൂരിറ്റി എന്താണെന്ന് പറഞ്ഞപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിൽ വ്യത്യാസങ്ങളാണ് എപ്പോഴും സോഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഓരോ രാജ്യത്തിൽ നിന്ന് ഓരോ രാജ്യത്തിലേക്ക് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനറലി we can say the two following types of social security, that is social insurance and social assistance. So let's see what is social insurance. So social insurance means that the workers and employers make periodical contributions with or without a subsidy from the government. So the funds so collected are used to provide benefits on the basis of the contribution record of the beneficiary without testing his or her financial position. So we can say the examples of provident fund and a group insurance are the example of social insurance. ഒരു സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു വർക്കേഴ്സ് ആൻഡ് എംപ്ലോയർ മേക്ക് എ പീരിയോഡിക്കൽ കോൺട്രിബ്യൂഷൻസ്. ഇപ്പോൾ PF കേസിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് ആണല്ലേ, അതായത് ഒരു നമുക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഇത്ര ശതമാനം നമ്മൾ എന്ത് ചെയ്യണം, PF മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ സെയിം എമൗണ്ട് തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഡബിള് തൻ്റെ എംപ്ലോയറും നീക്കി വെക്കണം. അപ്പോൾ എംപ്ലോയറും വർക്കേഴ്സും ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ, എന്താണ്, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ട് കൂട്ടരും ഒരുപോലെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയാം. So the funds so collected are used to provide benefit on the basis of the contribution record of the beneficiary without testing his or her financial position. ആ വാക്കാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, വിത്തൗട്ട് ടെസ്റ്റിംഗ് ഹിസ് ഓർ ഹർ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പം ഈ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു എംപ്ലോയിയുടെയോ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന് പറയാം അല്ലേ, ഒരു എംപ്ലോയി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ PF കൊടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെ അവളുടെയോ അവൻ്റെയോ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാൻ പാടില്ല. എത്ര വലിയ പണമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാതെ ജോലിയിലിരിക്കെ അദ്ദേഹത്തിന് ഒരു സോഷ്യൽ ഇൻഷുറൻസ് കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇല്ലേ, നമ്മുടെ ഒരു റെക്കോർഡ്സ് ഒന്നും നോക്കാതെ ഒരു ബെനഫിഷ്യറി അല്ലെങ്കിൽ എംപ്ലോയിക്കാണ് ഇത് കൊടുക്കേണ്ടതെങ്കിൽ ആ എംപ്ലോയിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും നോക്കാതെ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, PF ആയിട്ട് അദ്ദേഹത്തിന് ഒരു ബെനഫിറ്റ് എന്ന നിലയിലാണ് അതിനെ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പോൾ ഓർഗനൈസേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ സ്കീമുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും കൂടെ ഇൻഷുറൻസ്. അപ്പം ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുമ്പം അവന് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവന് ഫിനാൻഷ്യലി സൗണ്ടാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ ഒരു ഓർഗനൈസേഷൻ സോഷ്യൽ ഇൻഷുറൻസ് കൊടുക്കേണ്ടത്. പകരം എന്താണ്, അവർക്കൊരു ബെനഫിറ്റ്. അപ്പം വർക്കറും എംപ്ലോയറും ഒരുപോലെ ഒരു പീരിയോഡിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുക വിത്ത് ഓർ വിത്തൗട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സബ്സിഡി ഉണ്ടെങ്കിൽ ഓക്കെ, ഇനി സബ്സിഡി ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് നീക്കി വെക്കുകയാണെങ്കിൽ അതിനെയാണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ സോഷ്യൽ ഇൻഷുറൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. സോ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് സോഷ്യൽ അസിസ്റ്റൻസ്. So social assistance means that the cost of the benefit provided is financed fully by the government without any contribution from workers and employers. However, benefits are paid after judging the financial position of the beneficiary.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പറയുന്നത് എന്താണ്, ഓൾഡ് ഏജ് പെൻഷൻ പറയാം. അപ്പോൾ ഒരു സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് വർക്കേഴ്സിൻ്റെയോ എംപ്ലോയറിൻ്റെയോ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ. അപ്പോൾ സോഷ്യൽ ഇൻഷുറൻസിൽ നമ്മൾ പറഞ്ഞു വർക്കറും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ സോഷ്യൽ അസിസ്റ്റൻസിലാണെങ്കിൽ ഇല്ലേ, കോസ്റ്റ് ഓഫ് ദി ബെനഫിറ്റ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻസ് ഫുള്ളി ബൈ ദി ഗവൺമെൻറ്. അത് ഗവൺമെൻറ് ആണ് ആ കോൺട്രിബ്യൂഷൻ, വർക്കറിൻ്റെയും എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷൻ ഒരുമിച്ച് ഗവൺമെൻറ് ആണ് ബെനഫിഷ്യറിക്ക്, ആർക്കാണോ അർഹതയുള്ളത് ആ അർഹമായ വ്യക്തിക്ക് ഈ എമൗണ്ട് കൊടുക്കുന്നത്. സോ ദ ബെനഫിറ്റ്സ് ആർ പെയ്ഡ് ആഫ്റ്റർ ജഡ്ജിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബെനഫിഷ്യറി. അപ്പം ഈ ഒരു ബെനഫിറ്റ് കിട്ടണമെങ്കിൽ ആ ബെനഫിറ്റ് എങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ജഡ്ജ് ചെയ്യുമില്ലേ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആണോ ഇതൊക്കെ നോക്കിയിട്ട് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഈ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ബെനഫിഷ്യറിക്ക് കൊടുക്കൂ. ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് പെൻഷൻ അല്ലേ, വാർദ്ധക്യ പെൻഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടേണ്ട അർഹതയുള്ള വ്യക്തികളാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ടാണോ, അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാത്ത വ്യക്തികളാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നോക്കിയിട്ട് മാത്രമേ അവരെന്ത് ചെയ്യൂ, ഈ ഇങ്ങനെയുള്ളൊരു ഓൾഡ് ഏജ് പെൻഷൻ പ്രൊവൈഡ് ചെയ്യൂ. സോ ഒരു സ്കോപ്പ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി വി ക്യാൻ സേ ദാറ്റ് ദർ ആർ 2 types of social security scheme. First we say is that social insurance. The worker and the employer make periodical contribution with or without the subsidy from the government. And the example we say is that provident fund and group insurance. Second we discuss the social assistance. Here the government, so the benefit provided is financed fully by the government without any contribution from workers and the employer. And the example we can say is that old age pension. So clear with the 2 types of social security scheme, and this is the important question, and we can discuss by 1 mark question also, that is social insurance or social assistance in university exam. It may be in 1 mark or 2 mark question. So here is the social security or minimum standards convention number 102 of the ILO prescribes the following components of social security. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയാം അല്ലേ, കൺവെൻഷൻ നമ്പർ 102. അപ്പോൾ ILO പ്രിസ്ക്രൈബ് ചെയ്ത ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്തൊക്കെയാണ്, ഒരു മിനിമം സ്റ്റാൻഡേർഡ് എന്ന്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ILO കൺവെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഇസ് മെഡിക്കൽ കേസ്, സിക്നെസ് ബെനഫിറ്റ്, ദെൻ ഓൾഡ് ഏജ് ബെനഫിറ്റ് or retirement benefit, then employment injury, family benefit, maternity benefit or invalidity benefit, and the survivor's benefit. So the first is medical case അല്ലേ. ഒരു മെഡിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഇരിക്കുക, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, ഓർഗനൈസേഷൻ ആവണമെന്നുമില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ചില മെഡിക്കൽ കേസുകളിൽ ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യ ഇൻഷുറൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഒരു മെഡിക്കൽ കേസിനകത്ത് വരുന്നതാണ്. പിന്നെ ഒരു സിക്നെസ് ബെനഫിറ്റ് ഇല്ലേ, അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ചില ബെനഫിറ്റ്സ്. അപ്പോൾ അത് ഒരു എംപ്ലോയി എന്ന നിലയിലും അല്ലെങ്കിൽ നമുക്കൊരു സൊസൈറ്റിയുടെ ഒരു ഭാഗം എന്ന നിലയിലും ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റിയാണ് സിക്നെസ് ബെനഫിറ്റ്. ഇപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അപ്പോൾ അവർക്ക് എന്താണ് ഒരു മാസം ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മെഡിക്കൽ കേസ് ആവാം, സിക്നെസ് ബെനഫിറ്റ് ആകാം. പിന്നെ പറയുന്നത് എന്താണ്, ഓൾഡ് ഏജ് ബെനഫിറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്. ഓൾഡ് ഏജ് ബെനഫിറ്റ് നമുക്കറിയാം അല്ലേ, വാർദ്ധക്യ പെൻഷൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. സോ ആഫ്റ്റർ ജഡ്ജിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബെനഫിഷ്യറി ദെൻ ഓൺലി ഗവൺമെൻറ് പ്രൊവൈഡ് ദി സോഷ്യൽ അസിസ്റ്റൻസ് ഓർ ദി ഓൾഡ് ഏജ് ബെനഫിറ്റ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് അല്ലേ, ജോലിയിലിരിക്കുക നമ്മൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു എമൗണ്ട് മാസം അവർ ആദ്യമേ പിടിച്ചിരിക്കും. അപ്പോൾ അത് നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് എന്താണ് റിട്ടയർമെൻറ്റ് ബെനഫിറ്റായിട്ട് നമുക്കത് ഒരു ഓർഗനൈസേഷൻ തരാറുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറി ബെനഫിറ്റിൽ, അതായത് ജോലിയിലിരിക്കെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവിടെ നമുക്ക് കിട്ടേണ്ട ഒരു ബെനഫിറ്റിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറി ബെനഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫാമിലി ബെനഫിറ്റ്, ഇനി ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കിട്ടുന്ന ഒരു ബെനഫിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഫാമിലി ബെനഫിറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആവാം, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് ചില ഓർഗനൈസേഷനിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്താണ് ഒരു ഫാമിലി ബെനഫിറ്റ്സിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കമ്പോണൻസിനായിട്ട് നമുക്ക് പറയാം.
പിന്നെ ഒരു മെറ്റേണിറ്റി ബെനഫിറ്റ് അറിയാലോ, സ്ത്രീകളുടെ കേസിൽ പ്രസവാനന്തര കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഇത്ര ദിവസം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ലീവ് പ്രൊവൈഡ് ചെയ്യുന്നു. വിത്ത് പേ ആണ് അല്ലേ, ശമ്പളത്തോട് കൂടിയുള്ള ലീവ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ട്ണർസ്റ്റിക് ലീവ് ഉണ്ട് അല്ലേ, ഭർത്താക്കന്മാർക്കും ഇത്ര ദിവസം ലീവ് എടുക്കാം എന്ന് പറഞ്ഞ് പ്രൊവിഷനും വന്നിട്ടുണ്ട്. അപ്പം മെറ്റേണിറ്റി ബെനഫിറ്റും ജോലിയിലിരിക്കുന്ന സ്ത്രീകൾക്ക് ആ ബെനഫിറ്റ് സ്വീകരിക്കാം. പിന്നെ പറയുന്നത് ഇൻവാലിഡിറ്റി ബെനഫിറ്റിൽ ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം എന്താണ് ഗവൺമെൻറ് അവർക്ക് അതിനുള്ള ബെനഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സർവൈവേഴ്സ് ബെനഫിറ്റ്സ് അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ബെനഫിറ്റ്സുകളെല്ലാം തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കമ്പോണൻസ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ILOയുടെ കൺവെൻഷൻ നമ്പർ 102-ൽ ഒരു മിനിമം സ്റ്റാൻഡേർഡായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ്റോ എംപ്ലോയറോ നമുക്ക് തരേണ്ട ചില ബെനഫിറ്റ്സുകളാണ്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. സോ ടുഡേ വി ഡിസ്കസ് ദി scope of social security. So we can say is that the scope of social security is very wide, though the social security programs differ from country to country. And so generally social security schemes are of two types, that is social insurance and social assistance. Social insurance means that the workers or the employer make periodical contribution with or without the subsidy from the government. And so the funds so collected are to be used to provide benefit on the basis of the contribution record of the beneficiary without testing his financial position. And examples are Provident Fund and Group Insurance. Secondly, discuss social assistance. Here, the cost of the benefit provided is financed fully by the government without any contribution from the workers and the employer. But the problem is that benefits are paid after judging the financial position of the beneficiary. And the example is old age pension. And we discuss the Social Security Minimum Standard Convention number 102 of the ILO prescribes the following components of Social Security, that is medical case, sickness benefit, old age benefit or retirement benefit, employment injury benefit, family benefit, maternity benefit, invalidity benefit and survivors benefit. So these are the portions to be discussed today. I hope you have understood the portion. So prepare well, study well. This is the end of today's session. Thank you.